ഹായ് മക്കൾസ്, എന്തൊക്കെയുണ്ടാ? സുഖല്ലടാ? ഹാപ്പി അല്ലേ? സ്കൂളിലൊക്കെ ചാപ്റ്റർ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. എന്തൊക്കെയുണ്ടടാ കെമിസ്ട്രീൻ്റെ വിശേഷം? നമുക്ക് എല്ലാ വീക്കിലും കെമിസ്ട്രിയിൽ കുറച്ച് ടോപ്പിക്സ് ഇങ്ങനെ പഠിച്ചു പോയാലോ? അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അസ്ലം സാറ് എല്ലാ വീക്കിലും എന്ത് ചെയ്യാണ്, കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് വരും, വീഡിയോസുമായിട്ട്. അപ്പം മക്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യടാ, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇറ്റ്സ് മീ അസ്ലം സാറാണ് മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വീക്കിലും ഇനി അസ്ലം സാർ ഓരോരോ ടോപ്പിക്സ് തരാണ്. അത് നിങ്ങൾക്ക് ജനറൽ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചാപ്റ്റർ വൈസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോരോ ടോപ്പിക്സ് അല്ലെങ്കിൽ ഓരോ കണ്ടന്റ് വൈസ് ആവാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്താവും, സെറ്റാക്കി തരാം. അപ്പോൾ മക്കളെ സെറ്റാക്കാൻ പോകുന്നോളി. ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ടോപ്പിക്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നത്തെ ഡിസ്കഷൻ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും, രാസമാറ്റവും ഭൗതിക മാറ്റവും. എന്താ മക്കളെ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഭൗതിക മാറ്റം എന്ന് പറയും. എന്താ മക്കളെ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ രാസമാറ്റം എന്ന് പറയും. ഇത് നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്. അത് 8ാം ക്ലാസ്സിലുള്ള മക്കൾ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഇത് ഈ വർഷം മാത്രമല്ല, അങ്ങോട്ടൊക്കെ ആവശ്യമുള്ള സംഗതിയാണ്. ചുമ്മാ അങ്ങനെ പഠിച്ചു പോകലല്ല, മക്കളെ മനസ്സിൽ അത് ഉണ്ടാവും വേണം കേട്ടോ. അപ്പോൾ എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച്, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എടാ, ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച്. എന്താണ് ഫിസിക്കൽ ചേഞ്ച്? ഭൗതിക മാറ്റമാണ് സർ. എന്താണ് ഭൗതിക മാറ്റം? നമുക്കൊന്ന് പറഞ്ഞു നോക്കില്ലേടാ. നോക്കിക്കോ. No new substances are formed during a physical change. Only the molecular arrangement change. അതായത് തന്മാത്ര കണികളിലുള്ള മാറ്റം മാത്രമാണ് നടക്കുന്നത്, പുതിയതൊന്നും ഉണ്ടാകുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താടാ, ഇതിന് തന്മാത്രകളുടെ മാറ്റം മാത്രമാണ് നടക്കുന്നത്, പുതിയതൊന്നും ഉണ്ടാവുന്നില്ല. അതായത് ഇത് വീണ്ടും ഏതവസ്ഥയ്ക്ക് തന്നെ വരാം, പഴയ അവസ്ഥയ്ക്ക് വരാം. ഉദാഹരണം ഐസ്. മക്കൾക്ക് അറിയാം ഐസ് എന്താവൂടാ. ഐസിനെ കുറിച്ച് മക്കൾക്ക് എന്തൊക്കെ അറിയാം? ഐസിനെ നമുക്ക് എന്താക്കാം, വാട്ടർ ആക്കാം. ഈ വാട്ടർ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ, ജലം. അപ്പൊ ഐസിനെ നമുക്ക് വാട്ടർ ആക്കാം, ഈ വാട്ടറിനെ തിരിച്ചു എന്താക്കാം, ഐസാക്കാം. അങ്ങനെ തിരിച്ചു മാറ്റാൻ പറ്റുന്നതാടാ. എടാ, പഴയ അവസ്ഥയ്ക്ക് വീണ്ടും കൊണ്ടുപോകാൻ പറ്റാവുന്നതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം, ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്താടാ, ഓൺലി ദ മോളിക്കുലാർ അറേഞ്ച്മെന്റ് ചേഞ്ചസ്, നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ്. പുതിയതൊന്നും ഉണ്ടാവുന്നില്ല, അത് പഴയ അവസ്ഥയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും എന്നുള്ളതാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഐസിനെ വെള്ളാക്കാം, വെള്ളത്തിനെ വീണ്ടും എന്താക്കാടാ, ഐസാക്കാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതുപോലെ തന്നെ മെഴുകെന്താവിടാ, മെഴുകെന്താവുന്നു, ഉരുകി പോകുന്നു. ഈ ഉരുകിയ മെഴുകിനെ നമുക്ക് വീണ്ടും എന്താക്കാം, പഴയ അവസ്ഥയ്ക്ക് മാറ്റാൻ പറ്റും. എടാ, ഒരു പേപ്പറില്ലടാ, ഇപ്പൊ ഉദാഹരണം ഞാനൊരു പേപ്പർ കീറിയെന്ന് കരുതുക. ഒരു പേപ്പർ കീറിക്കഴിഞ്ഞാൽ ആ കീറിയ പേപ്പർ നമുക്ക് വീണ്ടും പഴയ അവസ്ഥയ്ക്ക് മാറ്റിക്കൂടെ? നോക്കിയടാ, ഇത് പേപ്പർ കീറാണ്. ഈ പേപ്പർ കീറിക്കഴിഞ്ഞാൽ ഇതിനെ വീണ്ടും ഞാൻ ഒട്ടിച്ചൂടെ? ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് ചേഞ്ചാടാ, ഫിസിക്കൽ ചേഞ്ചാണ്. അതിനെ വീണ്ടും ഏതവസ്ഥയ്ക്ക് തന്നെ മാറ്റാം, പഴയ അവസ്ഥയ്ക്ക് മാറ്റാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടാണ് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ ആലോചിച്ചാൽ മതി. എടാ, ഫിസിക്കൽ ചേഞ്ചസിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞേ പി അല്ലേ. ഈ പി എഴുതുന്ന സമയത്ത് ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ തന്മാത്ര തലത്തിൽ മാത്രം മാറ്റം ആണ് നടക്കുന്നത്. അത് വീണ്ടും ഏതവസ്ഥയ്ക്ക് തന്നെ വരും, പഴയ അവസ്ഥയ്ക്ക് തന്നെ പോകും. അപ്പൊ വീണ്ടും പഴയ അവസ്ഥയ്ക്ക് തന്നെ പോകുന്നതാണ് ഏത് ചേഞ്ച്, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ മറക്കണ്ട, ഐസ് ഉരുകുന്നത് ഏതാണ്, മെൽറ്റിംഗ് ഓഫ് ഐസ്. ഐസ് ഉരുകി കഴിഞ്ഞാൽ വെള്ളമാവും, അതിന് വീണ്ടും നമുക്ക് എന്താക്കാൻ പറ്റും, ഐസാക്കാൻ പറ്റും. അപ്പം അത് ഏത് ചേഞ്ചാണ് മക്കളെ, ഫിസിക്കൽ ചേഞ്ചാണ്. എന്നാൽ മക്കളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത് മാറ്റമാണ് മക്കളെ, രാസമാറ്റമാണ് മക്കളെ. എന്താണ് മക്കളെ രാസമാറ്റം? എ സബ്സ്റ്റൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അനദർ വൺ. എ സബ്സ്റ്റൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അനദർ വൺ. ദാറ്റ് മീൻസ് ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്. അതായത് ഒരു പദാർത്ഥം പുതിയ പദാർത്ഥങ്ങളായിട്ട് മാറുന്നതാണ്. അതിന് നമുക്ക് വീണ്ടും പഴയ അവസ്ഥയ്ക്ക് മാറാൻ പറ്റൂല. ഉദാഹരണം പൂത്തിരി കത്തുന്നു, അല്ലെങ്കിൽ പടക്കം പൊട്ടുന്നു. മക്കളെ, പടക്കം പൊട്ടിയാൽ പൊട്ടിയ പടക്കത്തിന് നമുക്ക് വീണ്ടും പഴയ അവസ്ഥയ്ക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് ഏത് ചേഞ്ചാടാ, കെമിക്കൽ ചേഞ്ചാണ്. വീണ്ടും പഴയ അവസ്ഥയ്ക്ക് വരാൻ പറ്റാത്തതിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ചേഞ്ച്. മക്കളെ, ഇവിടെ വിറക് കത്തിക്കണ കണ്ടില്ലേ? വിറക് കത്തിക്കഴിഞ്ഞാൽ ആ കത്തിയ വിറകിനെ നമുക്ക് വീണ്ടും പഴയ വിറകാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് ഏത് ചേഞ്ചാടാ, കെമിക്കൽ ചേഞ്ചാണ്, തിരിച്ചു വരാത്തതാണ്. അപ്പൊ അതിന്റെ കെമിക്കൽ ചേഞ്ചിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താടാ, സി ആണ്. സി എന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകും. അപ്പൊ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും നോക്കുന്ന സമയത്ത് ഒന്ന് പറഞ്ഞേടാ, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ വീണ്ടും പഴയതിലേക്ക് പോവും. എന്നാൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ അത് പഴയയിലേക്ക് പോവില്ലടാ, നേരെ അങ്ങോട്ട് പോവും. തിരിച്ചു വരില്ല മക്കളെ, തിരിച്ചു വരില്ല. ഫിസിക്കൽ ആണെങ്കിൽ തിരിച്ചു വരും, ഐസിനെ വെള്ളാക്കി വെള്ളത്തിന് വീണ്ടും എന്താ ഐസാക്കാം. എന്നാൽ കെമിക്കൽ ആണെങ്കിൽ അത് തിരിച്ചു വരുള്ളൂടാ, അത് തിരിച്ചു വരാത്തതാണ്. പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുകയാണ്. പടക്കം പൊട്ടിയ പടക്കത്തിനെ വീണ്ടും പടക്കാക്കാൻ പറ്റുമോ? ഇല്ല, അവിടെ പുതിയ തന്മാത്രകൾ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അസ്ലം സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
നോക്കുക, ഇതിലുള്ള എല്ലാം ഞാനിപ്പോൾ ചെയ്യുന്നില്ല, മക്കൾക്ക് ചെയ്യാൻ ഞാനിവിടെ എന്താണ് കൊടുക്കുന്നുണ്ട്, മക്കൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എടാ, വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ, ജലം എന്തായിട്ട് മാറുകയാണ്? നീരാവിയായിട്ട് മാറുകയാണ്. ജലം നീരാവിയായിട്ട് മാറുകയാണെങ്കിൽ അത് ഏത് ചേഞ്ചാണ് മക്കളെ? ഫിസിക്കൽ ചേഞ്ചാണ് മക്കളെ. എന്താ മക്കളെ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ? ഭൗതിക മാറ്റമാണ്. അപ്പം നിങ്ങൾക്കറിയാം, വെള്ളത്തിന് എന്താക്കുക? നീരാവിയാക്കുക. ആ നീരാവിനെ നമുക്ക് വീണ്ടും എന്താക്കുക? വെള്ളാക്കി മാറ്റുക. അപ്പം അത് ഏതാടാ? തിരിച്ചു വരുന്നതല്ലേ. എന്നാൽ ബേണിംഗ് ഓഫ് വുഡ് എന്ന് പറയുമ്പോൾ എന്താണ്? മരം കത്തിക്കുന്നു. അപ്പം മക്കളെ, കത്തിയ മരത്തിനെ നമുക്ക് വീണ്ടും പഴയ അവസ്ഥയ്ക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ബേണിംഗ് ഓഫ് വുഡ് എന്ന് പറഞ്ഞാൽ ഏത് ചേഞ്ചാണ് മക്കളെ? കെമിക്കൽ ചേഞ്ചാണ്. അത് തിരിച്ചു വരാത്തതാണ്. അത് രാസമാറ്റമാണ് മക്കളെ. അത് രാസമാറ്റം. അപ്പോൾ മക്കൾക്ക് സെറ്റല്ലേടാ? അപ്പോൾ അത് സെറ്റല്ലേടാ? എന്നാൽ മക്കൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്. എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ്, അതുപോലെ തന്നെ മെൽറ്റിംഗ് ഓഫ് വാക്സ്, അല്ലെങ്കിൽ വേണ്ട, മെൽറ്റിംഗ് ഓഫ് വാക്സിന് പകരം ഞാൻ എന്ത് ചെയ്യുക? കട്ടിംഗ് ഓഫ് വുഡ്. ഇത് രണ്ടിൻ്റെയും ആൻസർ മക്കൾ താഴെ കമൻറ്റ് ചെയ്യണം. അതായത് എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ് പറയുമ്പോൾ പടക്കം പൊട്ടുന്നു. പടക്കം പൊട്ടുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണെന്ന് മക്കൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കട്ടിംഗ് ഓഫ് വുഡ്, മരം കട്ട് ചെയ്താൽ ആ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒട്ടിച്ചൂടെ? അല്ലെങ്കിൽ ആ കട്ട് ചെയ്തതിനെ നമുക്ക് വീണ്ടും ഒട്ടിച്ചൂടെ? കത്തിക്കല്ലോ. ആ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരുമിപ്പിക്കാം. അപ്പോൾ അതേത് ചേഞ്ചാണ്? അപ്പോൾ ഇത് ഏതാണെന്നൊന്ന് മക്കൾ എന്ത് ചെയ്യാം? താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. ബാക്കി മക്കൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതാടാ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. മക്കൾ മറക്കണ്ട. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്താ, കെമിക്കൽ ചേഞ്ച് എന്താ? ഓക്കെ അല്ലേടാ? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പുതിയതൊന്നും ഉണ്ടാവുന്നില്ല. അതെന്താടാ? തന്മാത്ര കണികളുടെ മാറ്റം മാത്രമാണ്. വീണ്ടും തിരികെ പഴയ അവസ്ഥയ്ക്ക് മാറ്റാൻ പറ്റും. എന്നാൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പുതിയ തന്മാത്രകൾ ഉണ്ടാവുന്നു, പഴയ അവസ്ഥയിലേക്ക് എന്താ പറ്റൂല? മാറ്റാൻ പറ്റൂല. കമൻറ്റ് ചെയ്യുമല്ലോ. പടക്കം പൊട്ടുന്നത് ഏതാ? ഫിസിക്കലാണോ കെമിക്കലാണോ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ മരം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്ത് നമുക്ക് വീണ്ടും ഒരുമിപ്പിക്കാം, അതിനെ വീണ്ടും പഴയ അവസ്ഥയ്ക്ക് മാറ്റാം. അതേതാണെന്ന് മക്കൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. മക്കൾ മറക്കണ്ട. ഫോളോ ദ മോർ വീഡിയോസ്. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അസ്ലം സാറെ ഇൻസ്റ്റാ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, അസ്ലം മാഷ്. ആ ഒരു അക്കൗണ്ടിൽ മക്കൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. മക്കൾ മാക്സിമം സെറ്റാക്കുക. ഇനിയും കെമിസ്ട്രി വീഡിയോസുമായിട്ട് മക്കൾക്ക് മാർക്ക് സെറ്റാക്കാനും കെമിസ്ട്രി സെറ്റാക്കാനും വേണ്ടി അസ്ലം സാർ ഉണ്ട് അവിടെ. എജുബോട്ടിൻ്റെ കൂടെ അസ്ലം സാർ ഉണ്ട്. മക്കൾ സെറ്റാക്കിയാൽ മാത്രം മതി. സെറ്റാക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടാവില്ലേ? അപ്പോൾ സെറ്റാക്കിക്കോളി. സീ യു നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.